ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2024 റിലീസ് ചെയ്യപ്പെട്ട ഒരു കനേഡിയൻ സിനിമയുടെ സ്റ്റോറിയാണ്. കോൾഡ് റോഡ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതൊരു റോഡ് മൂവി അതുപോലെ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഇനി അങ്ങോട്ട് കഥ പറയാനാണ് പോകുന്നത്. സ്പോയിലർ ഉണ്ടായിരിക്കും. വാച്ച് ഔട്ട് ആൻഡ് ടേക്ക് കെയർ. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം ഏരിയൽ വ്യൂ ഷോട്ടിൽ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി തുടങ്ങുന്നത്. ശേഷം ഒരു സ്ത്രീ കാറിൽ വെപ്രാളപ്പെട്ടുകൊണ്ട്, അതായത് ആകെ കതച്ച് എന്തിനെയോ കണ്ട് ഭയപ്പെട്ട് വരുന്ന പോലെ ആ രീതിയിൽ കാർ ഓടിച്ചു വരുന്നു, കാർ ഡ്രൈവ് ചെയ്ത് വരുന്നു. ആ സ്ത്രീയുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. ആ സ്ത്രീ ഓടിക്കുന്ന കാറ് റോഡിൽ തെന്നിക്കൊണ്ട് മറഞ്ഞു വീഴുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവിടേക്കൊരു ട്രക്ക് കടന്നു വരുന്നു. ആ ട്രക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ട്രക്കിൽ നിന്നും ഒരാൾ താഴേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ഡ്രൈവർ ആയിരിക്കാം. അയാൾ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മദ്യത്തിൻ്റെ കുപ്പി, ആൽക്കഹോൾ, ആ കുപ്പിയെടുത്ത് ആ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇടുന്നു. ശേഷം അയാൾ കാറിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്ന ഒരു കീ ചെയിൻ, ആ കീ ചെയിൻ എടുത്ത് അയാൾ എടുക്കുന്നു. ശേഷം അയാൾ ട്രക്ക് എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അടുത്തതായി കാണിക്കുന്ന ഈ സിനിമയിലെ ഹീറോയിനാണ് നായികയുടെ പേര് ട്രേസി എന്നാണ്. ട്രേസി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവളുടെ വീട്ടിലേക്കാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ട്രേസി ഇപ്പോൾ. കാനഡയിലുള്ള സ്റ്റോണി നാരോസ് എന്ന സ്ഥലത്താണ് ട്രേസിയുടെ വീട്. ഈ സ്റ്റോണി നാരോസ് എന്ന സ്ഥലം നല്ല രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇനി 5 മണിക്കൂർ കൂടി കാറിൽ യാത്ര ചെയ്താലേ ട്രേസിക്ക് വീട്ടിലെത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ട്രേസിയുടെ അമ്മ ഒരു സ്ട്രോക്ക് ഉണ്ടായതിനെ തുടർന്ന് അബോധാവസ്ഥയിലാണ്. അവളുടെ അമ്മയുടെ നില കുറച്ച് ഗുരുതരമാണ്. ട്രേസിയുടെ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം അമ്മയെ പോയി കാണുക എന്നത് തന്നെയാണ്. അങ്ങനെ ട്രേസി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു. അത് ട്രേസിയുടെ അനിയത്തിയായിരുന്നു. അനിയത്തി അവരുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഈ ഒരു സമയത്ത് അമ്മയെ കാണിക്കുന്നുണ്ട്. അമ്മ അബോധാവസ്ഥയിലാണ്. അനിയത്തി ട്രേസിയോട് ചോദിക്കുന്നു, നീ ഇപ്പോൾ എവിടെ എത്തി, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ട്രേസി മറുപടി കൊടുക്കുന്നു, കാനഡയിലെ ആ ഒരു സ്ഥലം, ഇപ്പോൾ എവിടെയാണോ ട്രേസി ഉള്ളത് ആ ഒരു സ്ഥലം കാനഡയിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഏകദേശം 5 മണിക്കൂറുള്ള യാത്ര കൂടി ഉണ്ട് എന്ന് പറയുന്നു. ആരൊക്കെ കൂടെ ഉണ്ട് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് മറുപടിയായി ട്രേസിയുടെ ഡോഗ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് പറഞ്ഞു കേട്ടപ്പോൾ ട്രേസിയുടെ അനിയത്തിക്ക് ദേഷ്യം പിടിക്കുന്നു. നിന്റെ ഭർത്താവിനെ, ഇവരുടെ അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിനൊന്ന് കൂടെ വന്നൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ട്രേസി മറുപടി കൊടുക്കുന്നു, അവളുടെ ഭർത്താവ് ബിസിയാണ്, ജോലി തിരക്കാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നതെന്ന് മറുപടി കൊടുക്കുന്നു. ഇത്രയും ലോങ് ആയിട്ടുള്ള യാത്രയിൽ ഒരാൾ കൂടെ ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. എന്തായാലും നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പെട്ടെന്ന് എത്തിച്ചേരാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി കോൾ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രേസിയുടെ ഡോഗിനെ മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഈ ഡോഗ് പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുപ്പിക്കുന്നുണ്ട്. അത് ട്രേസിക്ക് അറിയാം എന്തിനാണ് ആ ഡോഗ് അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ട്രേസിക്ക്. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട്, ആ ഡോഗിൻ്റെ ഒരു ശങ്ക മനസ്സിലാക്കിക്കൊണ്ട് ട്രേസി കാറ് നിർത്തി കൊടുക്കുന്നു. ഡോഗ് പുറത്തേക്ക് ഇറങ്ങി മൂത്രമൊഴിക്കാൻ ആരംഭിക്കുന്നു. ഈ ഒരു സമയത്ത് ട്രേസി അവളുടെ വാഹനത്തിലുണ്ടായിരുന്ന മേപ്പ് എടുത്ത് ആ മേപ്പിൽ സ്റ്റോണി നാരോസിലേക്ക് പോകുന്നതിന് ഇടയിലുള്ള ചില സ്ഥലങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. അതിലൊരു പെട്രോൾ പമ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ പെട്രോൾ പമ്പാണ് ഏറ്റവും അവസാനത്തെ പെട്രോൾ പമ്പ്. പിന്നെ പെട്രോൾ അടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അതുപോലെ ട്രേസിയുടെ അങ്കിളിൻ്റെ ഒരു ക്യാബിൻ ഹൗസ് ഉണ്ട്. ആ ക്യാബിൻ ഹൗസിന് ശേഷം കാണുന്ന ആ ഒരു ബ്ലൂ കളറിലുള്ളത് ഒരു നദിയാണ്. ആ നദി ഐസായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്തിട്ട് വേണം സ്റ്റോണി നാരോസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ നദിയിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് യാത്രയെ ഇവരുടെ വീട്ടിലേക്കുള്ളൂ. ശേഷം അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ ഡോഗിനെ കാണാനില്ല. ഡോഗ് പോയി റോഡിൻ്റെ നടുക്കിൽ ചെന്നിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഒരു ട്രക്ക് അവിടേക്ക് കടന്നു വരുന്നു. ആ ട്രക്കിനെ കണ്ടതും ട്രേസി ഡോഗിനോട് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഡോഗ് അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ കുത്തിയിരിക്കുന്നു. ആ ട്രക്ക് സ്പീഡിൽ കടന്നു വരുന്നു. ഏകദേശം ആ ഡോഗിനെ തട്ടിയില്ല എന്ന രീതിയിൽ ട്രക്ക് കടന്നു പോകുന്നു. ഭാഗ്യം, ആ ഡോഗിനൊന്നും പറ്റിയില്ല. ട്രേസി പെട്ടെന്ന് നിന്ന് ആ ഡോഗിനെ എടുക്കുന്നു. എന്നിട്ട് ആ ട്രക്ക് ഓടിച്ചവനെ തെറിവിളിക്കുന്നു, പ്രാകുന്നു. യാത്രക്കിടയിൽ ട്രേസി അവളുടെ ഭർത്താവായ ഡാനിയെ കോൾ ചെയ്യുന്നു. ഡാനി കോൾ എടുക്കുന്നു. അയാൾ സംസാരിക്കുന്നു. ട്രേസി സംഭവിച്ച കാര്യം
ആ ഡോഗിനെ ട്രക്ക് ഇടിക്കാൻ പോയ കാര്യം ഭർത്താവിനെ അറിയിക്കുന്നു. അത് കേട്ടപ്പോൾ ഭർത്താവ് അവളെ ആശ്വസിപ്പിക്കുന്നു. നീ സമാധാനിക്ക്, ആ ഡോഗിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് കരുതി സമാധാനിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ശേഷം കോൾ കട്ട് ചെയ്യുന്നു. വീണ്ടും ട്രേസി അവളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു പെട്രോൾ പമ്പിൽ ട്രേസി കാറ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ പെട്രോൾ പമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് അവസാനത്തെ പെട്രോൾ പമ്പാണ്. ഇനി സ്റ്റോണി നാരോസ് എത്തുന്നവരെ ഇനി വേറെ പെട്രോൾ പമ്പുകളില്ല. അത് ട്രേസിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ട്രേസി കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ്. പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി ട്രേസി പെട്രോൾ ഫില്ലിംഗ് നോസിലെടുത്ത് കാറിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു. നോസിലെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച ശേഷം ട്രേസി ഫോൺ എടുത്ത് അനിയത്തിയെ കോൾ ചെയ്യുന്നു. അനിയത്തി ഫോൺ എടുക്കുന്നു. അങ്ങനെ അവർ സംസാരം തുടങ്ങുന്നു. വരുന്ന വഴിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ട്രേസി അനിയത്തിയോട് പറയുന്നു. അങ്ങനെ അനിയത്തിയും ട്രേസിയും സംസാരത്തിൽ മുഴുകിപ്പോകുന്നു. ഈ ഒരു സമയത്ത് അവിടേക്ക് മറ്റൊരു കാറ് പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്നു. ആ കാറിൽ നിന്നൊരു യുവാവ് പുറത്തിറങ്ങുന്നു. ആ യുവാവ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ട്രേസിയുടെ കാറിൽ പെട്രോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ ട്രേസി ആണെങ്കിൽ ഫോണിലെ സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് ആ യുവാവിന് മനസ്സിലാവുന്നു. അങ്ങനെ ആ വലച്ചക്കൻ ഒരു ഉഡായിപ്പ് പരിപാടി ഒപ്പിക്കുന്നു. അവൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേസിയുടെ കാറിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നോസിലെടുത്ത് ഇവരുടെ കാറിലേക്ക് വയ്ക്കുന്നു. ഇതേ സമയം ട്രേസിയും അനിയത്തിയും നല്ല സംസാരത്തിലാണ്. ട്രേസിയുടെ അനിയത്തിക്ക് ട്രേസിയുടെ ഹസ്ബൻഡിനെ ഭർത്താവിന് വലിയ താല്പര്യമില്ല. കാരണം ഇവരുടെ വീട്ടുകാരായിട്ട് ട്രേസിയുടെ വീട്ടുകാരായിട്ട് ഇവളുടെ ഭർത്താവ് വലിയ ടച്ചില്ല. ട്രേസിയുടെ ഹസ്ബൻഡിൻ്റെ കുറ്റങ്ങൾ അനിയത്തി അവളോട് പറയുകയാണ്. അപ്പോൾ അനിയത്തി ഇങ്ങനെ പറയുമ്പോൾ ട്രേസി തിരിച്ചു പറയുന്നു, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇയാൾ ട്രേസിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും ആ വലച്ചക്കൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ട്രേസി അടിക്കാൻ വെച്ച പെട്രോൾ അങ്ങനെ ഓസിയിൽ വലച്ചക്കൻ അവരുടെ കാറിൽ അടിക്കുന്നു. അടിച്ചതിന് ശേഷം ആ നോസിലെടുത്ത് തിരിച്ച് ട്രേസിയുടെ കാറിൽ തന്നെ അവൻ കൊണ്ടുവയ്ക്കുന്നു. വലച്ചക്കൻ കാറിൽ കയറി അവർ പോകുന്നു. അനിയത്തിയുമായിട്ടുള്ള സംസാരത്തിന് ശേഷം ട്രേസി കാർ എടുത്ത് മാറ്റാൻ നിൽക്കുന്ന സമയത്ത് ഒരു ട്രക്ക് പിന്നിൽ വരുന്നു. ആ ട്രക്ക് ഹോൺ അടിച്ച് ബഹളം വയ്ക്കുന്നു. അങ്ങനെ ദേഷ്യം പിടിച്ച ട്രേസി കാറ് പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി പെട്രോൾ പമ്പിൽ അടിച്ച പെട്രോളിൻ്റെ കാശ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ കാശ് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പുറത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആ ട്രക്ക് ട്രേസി ശ്രദ്ധിച്ചപ്പോൾ ഇന്ന് ഹൈവേയിൽ അവളുടെ ഡോഗിനെ ഇടിക്കാൻ വേണ്ടി വന്ന അതേ ട്രക്ക് തന്നെയാണ് എന്ന് ട്രേസി മനസ്സിലാക്കുന്നു. ട്രേസി ആ ട്രക്കിനെ നോക്കി തെറി വിളിക്കുന്നു. അവളുടെയും അവളുടെ ഡോഗിൻ്റെ അടുത്തേക്ക് ഇനി വരരുത് എന്ന് പറയുന്നു. നല്ല ഉച്ചത്തിൽ തെറി വിളിച്ചെങ്കിലും ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ആ ഡ്രൈവർ ആ പരിസരത്ത് എവിടെയുണ്ട്, ഒന്നെങ്കിൽ ട്രക്കിൻ്റെ ഡ്രൈവിംഗ് ക്യാബിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കാം. അതിനുശേഷം ട്രേസി അവളുടെ യാത്ര വീണ്ടും തുടരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ട്രേസി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ പെട്രോൾ പമ്പിൽ വെച്ച് കണ്ട ആ ട്രക്ക് നല്ല സ്പീഡിൽ ഇവരെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തു പോവുകയാണ്. ട്രേസി ആകെ ഞെട്ടിപ്പോകുന്നു. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ട്രേസിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്തു പോയ ആ ട്രക്ക് ഇപ്പോൾ വളരെ പതുക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രേസി ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തെടുക്കുന്നു. ഓവർടേക്ക് ചെയ്തതിനു ശേഷം ആ ട്രക്ക് വീണ്ടും സ്പീഡ് കൂട്ടി ട്രേസിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്തു പോകുന്നു. അങ്ങനെ ട്രേസിക്ക് മനസ്സിലാവുന്നു ഇത് ആ ഡ്രൈവറുടെ കരുതി കൂട്ടിയുള്ള ഒരു പണിയാണ് എന്ന് ട്രേസി തിരിച്ചറിയുന്നു. ശേഷം ആ ഡ്രൈവർ ട്രക്ക് വീണ്ടും സ്ലോ ചെയ്യുന്നു. എന്നിട്ട് ഹാൻഡ് സിഗ്നൽ കൊടുക്കുന്നു. ഓവർടേക്ക് ചെയ്ത് കടന്ന് പോയിക്കോളൂ എന്നുള്ള ഹാൻഡ് സിഗ്നൽ കൊടുക്കുന്നു. ട്രേസിക്ക് എന്തായാലും ഇത്ര സ്ലോവിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിച്ച സമയത്തൊന്നും വീട്ടിലെത്തിച്ചേരാൻ സാധിക്കില്ല. അതുകൊണ്ട് സ്പീഡിൽ തന്നെ പോകണം എന്നുള്ളതിനാൽ തന്നെ ട്രേസി വീണ്ടും സ്പീഡ് കൂട്ടി ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ട്രക്ക് വീണ്ടും സ്പീഡ് കൂട്ടിയെടുക്കുന്നു. അങ്ങനെ സ്പീഡ് കൂട്ടിയെടുക്കുന്ന സമയത്ത് ട്രേസിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല മറ്റൊരു വാഹനം ഓപ്പോസിറ്റ് സൈഡിൽ വരും ചെയ്യുന്നു. ട്രേസി പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് സ്പീഡ് കുറച്ച് കാറ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചെടുക്കുന്നു.
അങ്ങനെ ട്രേസി ഒരു വിധത്തിൽ ആ ഉണ്ടായേക്കാവുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. ട്രേസി എന്നിട്ട് കാർ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനിയുള്ള അരമണിക്കൂർ കാർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിടാൻ ട്രേസി തീരുമാനിക്കുന്നു. ആ അരമണിക്കൂർ കൊണ്ട് ട്രക്കിന്റെ ഡ്രൈവർ ഇവരിൽ നിന്ന് ഒരുപാട് ദൂരെ പോയിക്കോളും. ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു കിട്ടുമെന്നാണ് ട്രേസി പ്രതീക്ഷിക്കുന്നത്. അരമണിക്കൂറിന് ശേഷം ട്രേസി വീണ്ടും കാർ എടുത്ത് യാത്ര തുടരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് ട്രേസി അവളുടെ കാറിന്റെ ഫ്യൂവൽ ഗേജിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഫ്യൂവൽ ഗേജിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവളാകെ ഞെട്ടിപ്പോവുകയാണ്. പെട്രോൾ ആകെ പകുതിയേ ഉള്ളൂ. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാണല്ലോ. ട്രേസിക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ട്രേസിക്ക് അറിയില്ലല്ലോ വലച്ചക്കൻ അവൾ അടിച്ചിരുന്ന പെട്രോൾ എടുത്ത് അവരുടെ കാറിൽ അടിച്ചിട്ട് പോയ കാര്യമൊന്നും ട്രേസിക്ക് അറിയില്ലല്ലോ. ട്രേസി എന്ത് ചെയ്യണമെന്നോ ഒരു നിമിഷം ചിന്തിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കാറിലുള്ള പെട്രോൾ വെച്ച് എത്ര ദൂരം പോവാം എന്ന് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ കണക്കൂട്ടിയപ്പോൾ ഏകദേശം ഇവരുടെ വീട് കഷ്ടിച്ചെത്താനുള്ള പെട്രോൾ കാറിലുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ട്രേസി മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുകയാണ്. തുടർന്നുള്ള യാത്രയിൽ ട്രേസി വീണ്ടും അനിയത്തിക്ക് കോൾ ചെയ്യുന്നു. അനിയത്തിയുമായി സംസാരിക്കുന്നു. അനിയത്തിയോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അനിയത്തി ട്രേസിയോട് പറയുന്നു, നേരം വൈകും തോറും കാലാവസ്ഥ വളരെ മോശമായി വരും. നീ സുരക്ഷയ്ക്ക് വേണ്ടി കാറിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു. ട്രേസി പറയുന്നു, കാറിന്റെ ട്രങ്കിൽ ഒരു ഷവലും അതുപോലെ ഒരു മഴുവും കരുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിന്റെ എന്തോ നെറ്റ്വർക്ക് തകരാറ് മൂലം റേഞ്ച് പൂർണ്ണമായും കട്ടായി പോകുന്നു. ഒരു കട്ട പോലും റേഞ്ചില്ല. അങ്ങനെ ആ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് ട്രേസി വീണ്ടും യാത്ര തുടരുന്നു. കുറച്ച് ദൂരം കൂടി ട്രേസി മുന്നോട്ട് പോയപ്പോൾ ഒരാൾ ട്രേസിയുടെ കാറിന് കൈ കാണിക്കുന്നു. നിർത്താനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ട്രേസി കാറ് സൈഡാക്കി സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആക്സിഡന്റ് ആയ കാർ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. ആക്സിഡന്റിൽപ്പെട്ട യുവതിയുടെ അച്ഛനും അമ്മയാണ് നിൽക്കുന്നത്. അയാൾ ട്രേസിയോട് ചോദിക്കുന്നു, താങ്കളുടെ കയ്യിൽ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്കധികം വിശക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ ട്രേസി പറയുന്നു, എൻ്റെ കയ്യിലൊരു സാൻഡ്വിച്ച് ഉണ്ട്, അത് വേണമെങ്കിൽ തരാം, അത് വേണമെങ്കിൽ കൊടുത്തോളൂ എന്ന് പറയുന്നു. ട്രേസിയോട് പറയുന്നു, ആ കാറിൽ ആക്സിഡന്റിൽ പെട്ടിരിക്കുന്നത് അവരുടെ മകളാണ്. പോലീസുകാരൻ പറയുന്നത് അവിടെ നിന്ന് ആൽക്കഹോളിന്റെ മദ്യത്തിന്റെ കുപ്പി കിട്ടി, മകള് മദ്യപിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായി എന്നാണ് പോലീസുകാരൻ പറയുന്നത് എന്ന് പറയുന്നു. അത് ഇവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ മകൾ ഒരിക്കൽ പോലും മദ്യപിക്കാത്തൊരു പെൺകുട്ടിയാണ്. ഇതിലെന്തോ ദുരൂഹതയുണ്ട് എന്ന് അയാൾ ട്രേസിയോട് പറയുന്നു. ശേഷം ട്രേസി ഇപ്പോൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേസി വളരെ റിലാക്സ് ആയിക്കൊണ്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രേസി വളരെ റിലാക്സ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ട്രക്ക് പിന്നിലൂടെ കടന്നു വരുന്നത്. ആ ട്രക്ക് വളരെ സ്പീഡിൽ വന്നുകൊണ്ട് ട്രേസിയുടെ കാറിന്റെ പിന്നിൽ വന്നിടിക്കുന്നു. അവൾ ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് കാറ് പരമാവധി സ്പീഡിലെടുക്കുന്നു. എന്നിരുന്നാൽ ആ സൈക്കോ ട്രക്ക് ഡ്രൈവർ, അവൻ ആരാണാവോ, അയാൾ അവളെ വിടുന്നില്ല. അയാളും പരമാവധി സ്പീഡിൽ ആ ട്രക്ക് ഇവളുടെ പിന്നാലെ തന്നെ എടുക്കുന്നു. വീണ്ടും ആ ട്രക്ക് ട്രേസിയുടെ കാറിന്റെ പിന്നിൽ വന്നിടിക്കുന്നു. ഈ ഒരു ഭയാനകമായ അവസ്ഥയിൽ ട്രേസി വീണ്ടും അവളുടെ കാറ് മുന്നോട്ട് ഒരു വിധത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒരു കോഫി ഷോപ്പിന്റെ സൈൻ ബോർഡ് റൈറ്റ് സൈഡിൽ ട്രേസി കാണുന്നു. അത് കണ്ടപ്പോൾ ട്രേസിക്ക് ഒരു ആശ്വാസമാവുന്നു, ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നു. ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ, ഒരു ഹെൽപ്പ് ചോദിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത പോകുന്നു. അങ്ങനെ ആ ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ട് ട്രേസി കാറ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. കാറ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചപ്പോൾ അവിടെ ഒരു മഞ്ഞുകട്ട ഉണ്ടായിരുന്നു. ആ മഞ്ഞുകട്ടയുടെ മുകളിൽ ഇടിച്ചുകൊണ്ട് ട്രേസിയുടെ കാറ് സ്റ്റോപ്പ് ആവുന്നു. ഇതേ സമയം സൈക്കോ ട്രക്ക് നേരെ എടുത്തു പോകുന്നു. ട്രേസി കോഫി ഷോപ്പിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നു. അവിടെ ടേബിളിന്റെ മുകളിൽ ഒരു പ്ലേറ്റും കത്തിയും ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വെയിട്രസ് വന്നുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് ട്രേസിയോട് ചോദിക്കുന്നു. ട്രേസി പറയുന്നു, എനിക്കൊന്നും വേണ്ട, ഞാനൊരു അപകടത്തിലാണ്. നടന്ന കാര്യങ്ങൾ വെയിട്രസിനോട് വിശദീകരിച്ചു കൊടുക്കുന്നു. ട്രേസി പറഞ്ഞ കാര്യങ്ങൾ വെയിട്രസിന് വിശ്വാസമായില്ല. അവർ ട്രേസിയോട് പറയുന്നു, ഇങ്ങനെയുള്ള നുണക്കഥകളൊന്നും കേൾക്കാൻ തീരെ താല്പര്യമില്ല, സമയമില്ല. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ നോക്ക്, എണിച്ച് പോവാൻ നോക്ക് എന്ന് പറയുന്നു. ട്രേസി വീണ്ടും ആ വെയിട്രസിനോട് ഇവിടുത്തെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റുമോ, പോലീസിനെ കോള് ചെയ്യാനാണ് എന്ന് പറയുന്നു. ഇതുകൂടി കേട്ടപ്പോൾ ട്രേസി ഒരു വല ആണെന്ന് വിചാരിച്ചുകൊണ്ട് വെയിട്രസ് സമ്മതിക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ട്രേസി ആ കോഫി ഷോപ്പിൽ നിന്ന് കിട്ടിയ കത്തി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ ഒരു സമയത്ത് ഒരു പോലീസ് കാർ അവിടേക്ക് കടന്നു വരുന്നു. ആ പോലീസ് കാറിൽ നിന്ന് ഓഫീസർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഓഫീസറെ കണ്ടപ്പോൾ ട്രേസി അയാളോട് സഹായം ചോദിക്കുന്നു. പക്ഷേ ട്രേസിയുടെ കയ്യിൽ കോഫി ഷോപ്പിൽ നിന്ന് കിട്ടിയ കത്തി ഉണ്ടായിരുന്നു.
കത്തി കണ്ടപ്പോൾ ഓഫീസർ ഞെട്ടുന്നു. ഓഫീസർ ഗണ്ണെടുക്കാൻ നിൽക്കുന്നു. ട്രേസിക്ക് അത് മനസ്സിലാവുന്നു. ട്രേസി ആ കത്തി ദൂരെ കളയുന്നു. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓഫീസറോട് വിശദീകരിക്കുന്നു. ഓഫീസർക്ക് അത് കേട്ടപ്പോൾ ഇതൊരു വണ്ടിമല കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്രേസിയോട് പോലീസ് കാറിൽ വന്നിരിക്കാൻ പറയുന്നു. സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഓഫീസർ. പോലീസ് സ്റ്റേഷനിലേക്ക് പോവാമെന്ന് പറഞ്ഞത് ട്രേസിക്ക് ഇഷ്ടപ്പെട്ടില്ല. ട്രേസി ഓഫീസറോട് പറയുന്നു, എനിക്കിപ്പോൾ വളരെ സ്ട്രെസ് ഉണ്ട്, എനിക്കിപ്പോൾ വേണ്ടത് റെസ്റ്റാണ്, ഞാൻ പോയിക്കോളാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നു. അത് പോലീസ് ഓഫീസർ സമ്മതിക്കുന്നു. ട്രേസിയോട് ശ്രദ്ധിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ട്രേസി വീണ്ടും അവളുടെ യാത്ര തുടരുന്നു. അങ്ങനെ മണിക്കൂറുകളും കിലോമീറ്ററുകളും ഒക്കെ കടന്നു പോകുന്നു. ഇത്രയും ദൂരം പിന്നിട്ട സ്ഥിതിക്ക് ആ സൈക്കോ ഇനി വരില്ല എന്ന് ട്രേസി വിചാരിച്ചിരിക്കുന്ന ഈ ഒരു സമയത്താണ് വീണ്ടും അതാ പിന്നിൽ ആ ട്രക്ക് കടന്നു വരികയാണ്. ട്രക്ക് സ്പീഡ് കൂട്ടിക്കൊണ്ട് ട്രേസിയുടെ കാറിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ ട്രേസിക്ക് ഭയമില്ല. എന്തും നേരിടാൻ തന്നെയാണ് ട്രേസി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവൾക്കറിയാം വേറെ മാർഗമൊന്നുമില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ട്രേസി. അങ്ങനെ ട്രേസി ഇതിനെ ധൈര്യപൂർവ്വം തന്നെ നേരിടുന്നു. അവളുടെ കാറിന്റെ സ്പീഡ് പരമാവധി കൂട്ടിയെടുത്ത് കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ആദ്യം ചെയ്ത അതേ ട്രിക്ക് തന്നെ പ്രയോഗിക്കുന്നു. പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കാറ് പെട്ടെന്ന് തിരിക്കുന്നു. ഇത്തവണ ഇങ്ങനെ ചെയ്തപ്പോൾ സൈക്കോയുടെ ട്രക്കിന്റെ നിയന്ത്രണം ചെറുതായി നഷ്ടപ്പെട്ടു പോകുന്നു. ട്രക്കിന്റെ ടയറുകൾ തെന്നിയാണ് ഇത്തവണ പോകുന്നത്. ഇത് കണ്ടപ്പോൾ, ഇത് മനസ്സിലാക്കിയപ്പോൾ ട്രേസിക്ക് സന്തോഷമാവും. ട്രേസി ചിരിക്കുന്നു. ശേഷം അവൾ വന്ന വഴിയിലേക്ക് തന്നെ കാർ എടുക്കുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു ഇടവഴി അവൾ കാണുന്നു. അവൾ കാർ ആ ഇടവഴിയിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ആ ഇടവഴിയിൽ കാറ് സ്റ്റോപ്പ് ചെയ്തിടുന്നു. കാറിന്റെ എഞ്ചിൻ ഓഫ് ചെയ്തതിനു ശേഷം കുറച്ചു നേരം വിശ്രമിക്കാനായി ട്രേസി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ കാറിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. കുറച്ചു നേരത്തെ ഉറക്കത്തിന് ശേഷം ട്രേസി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇനി ഇവിടുന്ന് ട്രേസിയുടെ വീട്ടിലേക്ക് 143 കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്നിനി ട്രേസി അവളുടെ വീട്ടിലേക്ക് പോകുന്നില്ല. പകരം അവളുടെ അങ്കിളിനൊരു ക്യാബിൻ ഹൗസ് ഉണ്ട്. ആ ക്യാബിൻ ഹൗസിലേക്ക് പോയി ഇന്നത്തെ രാത്രി അവിടെ സ്റ്റേ ചെയ്യാനാണ് ട്രേസി ഇപ്പോൾ തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടേക്ക് പോകാനായി കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കാറ് സ്റ്റാർട്ടാവുന്നില്ല. ട്രേസി വീണ്ടും ശ്രമിച്ചു നോക്കുന്നു, സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ശ്രമത്തിൽ ഭാഗ്യത്തിന് കാറ് സ്റ്റാർട്ടാവുന്നു. ശേഷം അവൾ ആ ഇടവഴിയിൽ നിന്ന് കാറ് പുറത്തേക്കെടുത്ത് അവളുടെ അങ്കിളിന്റെ ക്യാബിൻ ഹൗസിലേക്ക് യാത്രയാവുന്നു. സമയം വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. ട്രേസിയുടെ ഡോഗിനെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. അങ്ങനെ അത് അതിനുള്ള സിഗ്നൽ കാണിക്കുന്നു. ട്രേസിക്ക് അത് മനസ്സിലാവുന്നു. പേടിയുണ്ടെങ്കിൽ പോലും ട്രേസി കാറ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഡോഗിനെ മൂത്രമൊഴിക്കാൻ വിടുന്നു. ഈ ഒരു സമയത്ത് ട്രേസിക്ക് ഭയം തോന്നിയതുകൊണ്ട് ഡോഗിനെ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറ്റി വീണ്ടും അവരെ യാത്ര തുടരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവര് അങ്കിളിന്റെ ക്യാബിൻ ഹൗസിന്റെ മുന്നിൽ എത്തിച്ചേരുന്നു. അവിടെ കണ്ട കാഴ്ച വളരെ ദുഃഖം ഉളവാക്കുന്നതായിരുന്നു. ട്രേസിയുടെ അങ്കിളിന്റെ ക്യാബിൻ ഹൗസ് ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ ട്രേസിക്ക് സങ്കടം വരുന്നു. ഇനി എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുന്ന, കൺഫ്യൂഷനായി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ആ സൈക്കോയുടെ ട്രക്ക് അവിടേക്ക് കടന്നു വരുന്നത്. ആ സൈക്കോ ഡ്രൈവർ ട്രക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. സൈക്കോയെ നേരിടാൻ തന്നെ ട്രേസി തീരുമാനിക്കുന്നു. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയും കൂടാതെ അവളുടെ കാറിന്റെ ട്രങ്കിലുണ്ടായിരുന്ന മഴവും എടുത്ത് ആ ട്രക്കിന്റെ അടുത്തേക്ക് നടക്കുന്നു. ട്രക്കിന്റെ അരികിലെത്തി അവൾ ഉറക്കെ ആ സൈക്കോയെ വെല്ലുവിളിക്കുന്നു. നീ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ, നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറയുന്നു. എന്നാൽ സൈക്കോയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊരു പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഒരു അനക്കവുമില്ല, സൈലന്റ് ആണ്. അങ്ങനെ ട്രേസി ആ ട്രക്കിന്റെ ഡ്രൈവർ സീറ്റിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. ട്രേസി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു സൈക്കോ ആക്രമിക്കുന്നത്. സൈക്കോ ട്രക്കിന്റെ ഡോറ് കൊണ്ട് ട്രേസിയുടെ തലക്കടിക്കുന്നു. തുടർന്ന് സൈക്കോയും ട്രേസിയും തമ്മിലുണ്ടായിരുന്ന ഒരു സംഘട്ടനത്തിനിടയിൽ ട്രേസി അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് സൈക്കോയുടെ കാലിന്മേൽ കുത്തുന്നു. അങ്ങനെ സൈക്കോ അവിടെ നിന്ന് പോയി പെട്ടെന്ന് തന്നെ ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി ഡോർ അടയ്ക്കുന്നു. ശേഷം ട്രേസി കാർ എടുത്ത് അവിടെ നിന്ന് കടന്നു പോകുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ കാർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കാറിൻ്റെ ട്രങ്കിലുണ്ടായിരുന്ന ഷവലെടുത്ത് ആ ഷവൽ കൊണ്ട് മഞ്ഞെടുത്ത് കാറ് മൂടുന്നു. മഞ്ഞുകൊണ്ട് കാറ് മൂടിയിട്ട ശേഷം
കാറിൻ്റെ ഉള്ളിൽ വിശ്രമിക്കാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ട്രക്ക് അവിടേക്ക് കടന്നു വരുന്നു. ട്രക്ക് ഇവരുടെ കാറിനെ കടന്നു പോകുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ട്രേസിയുടെ കാറിന്റെ പാർക്കിംഗ് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അത് സൈക്കോ മിററിലൂടെ കാണുന്നു. അങ്ങനെ സൈക്കോ ട്രക്ക് അവിടെ നിർത്തിയിരിക്കുകയാണ്. ട്രക്ക് നിർത്തിയത് മനസ്സിലാക്കിയ ട്രേസി പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ വീട് ലക്ഷ്യമാക്കിയിട്ടാണ് ട്രേസി കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഷ്ടിച്ച് വീട് എത്തിച്ചേരാനുള്ള പെട്രോൾ മാത്രമേ വാഹനത്തിലുള്ളൂ. മാത്രമല്ല തണുത്തുറഞ്ഞ് ഐസായി കിടക്കുന്ന നദി കടന്നിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതേ സമയം ട്രേസിയുടെ അമ്മ മരണപ്പെടുകയാണ്. അങ്ങനെ അനിയത്തി കരയുന്നുണ്ട്. മരണപ്പെട്ട അവരുടെ അമ്മയുടെ മുഖം അനിയത്തി പുതപ്പ് കൊണ്ട് മൂടുന്നു. ഇതേ സമയം ട്രേസി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം കടന്നു പോകുന്നു. ആ സൈക്കോ ഡ്രൈവർ വീണ്ടും ട്രേസിയുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നു. അവൻ ട്രക്കിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ട് ട്രേസിയുടെ കാറ് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ട്രിക്ക് സൈക്കോക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി ട്രേസി തീരുമാനിക്കുന്നു. ഇനി അങ്ങോട്ട് 1 കിലോമീറ്റർ തണുത്തുറഞ്ഞ ഐസായി കിടക്കുന്ന നദിയുടെ മുകളിലൂടെയാണ് യാത്ര. ട്രേസിയുടെ നാടായതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പാസ് ചെയ്യണമെന്നൊക്കെ ട്രേസിക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെ തണുത്തുറഞ്ഞ ഐസായി കിടക്കുന്ന റോഡുകളിൽ മെയിൻ റോഡിലൂടെ മാത്രമേ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ ഇടവഴികളുണ്ട്, എന്നാൽ അതിലൂടെയുള്ള യാത്ര അപകടം പിടിച്ചാണ്. അത് ട്രേസിക്ക് നന്നായിട്ടറിയാം. സൈക്കോയെ ഇടവഴിയിൽ എത്തിച്ചുകൊണ്ട് സൈക്കോക്കിട്ടൊരു പണി കൊടുക്കാൻ ട്രേസി അങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത പ്രകാരം ട്രേസി അവളുടെ കാറ് മെയിൻ റോഡിൽ നിന്നും ഒരു ഇടവഴിയിലേക്ക് എടുക്കുന്നു. ട്രേസിയെ പിന്തുടർന്നു വന്ന സൈക്കോയും അവൻ്റെ ട്രക്ക് ആ ഇടവഴിയിലേക്ക് എടുക്കുന്നു. അങ്ങനെ സൈക്കോ ട്രേസിയുടെ കാറിനെ ഇടിച്ചു തെറിപ്പിക്കാനായി ട്രക്ക് പരമാവധി സ്പീഡിൽ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ട്രേസി പ്ലാൻ ചെയ്ത ബുദ്ധി പ്രയോഗിക്കുന്നു. അവൾ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോറ് തുറന്നിട്ട് കയ്യിൽ ഗ്ലൗസ് അണിഞ്ഞ് ഡോഗുമായി കാറിൽ നിന്ന് പുറത്തേക്കെടുത്ത് ചാടുന്നു. സൈക്കോയുടെ ട്രക്ക് ട്രേസിയുടെ കാറിനെ ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും ആ റോഡ് അവിടുത്തെ ഐസ് ദുർബലമായതുകൊണ്ട് ഐസ് പാളികൾ തകർന്ന് സൈക്കോയുടെ ഹെവി ട്രക്ക് താഴെയുള്ള നദിയിലേക്ക് മുങ്ങിപ്പോകുന്നു. അങ്ങനെ സൈക്കോയ്ക്ക് 8ന്റെ പണി കിട്ടുന്നു. സൈക്കോയെ ബുദ്ധി പ്രയോഗിച്ച് ട്രാപ്പിലാക്കിയതിൻ്റെ സന്തോഷത്തിൽ ട്രേസി തുള്ളിച്ചാടുന്നു. അങ്ങനെ സൈക്കോയ്ക്ക് 8ന്റെ പണി കൊടുത്തതിന് ശേഷം ട്രേസിയും അവളുടെ ഡോഗും ആ ഐസ് റോഡിലൂടെ, കോൾഡ് റോഡിലൂടെ നടന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ശേഷം ട്രേസി അവരുടെ വീട്ടിലെത്തിച്ചേരുന്നു. അവൾ അമ്മ മരണപ്പെട്ടത് അറിയുന്നു. അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവൾ അമ്മയുടെ മുഖത്തുള്ള പുതപ്പ് മാറ്റുന്നു. എന്നിട്ട് അവളുടെ അമ്മയുടെ അരികിൽ അവൾ തല ചായ്ച്ച് കിടക്കുന്നു. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഹേ ഗായ്സ്, ദിസ് ഈസ് ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ ഒരു കഥ, ഈ സ്റ്റോറി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള ത്രില്ലർ വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.